വിസ നിയമങ്ങളിലൊക്കെ അമേരിക്ക വലിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്നു. H1 വിസ വളരെ ഭീകരമാണെന്നാണ് കൊമേഴ്സ് സെക്രട്ടറി ഹോവാർഡ് ലുഡ്നിക്ക് പറഞ്ഞത്. എന്ന് മാത്രമല്ല, ഈ ഗ്രീൻ കാർഡ് സമ്പ്രദായം തന്നെ ഉടച്ചു വാർക്കുമെന്നും അദ്ദേഹം പറയുന്നു. അതും ഇല്ലാതാക്കും, അല്ല ഉടച്ചു വാർക്കും എന്നും അദ്ദേഹം പറയുന്നു. അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഈ ഗോൾഡൻ വിസ അതിനു വേണ്ടിയിട്ട് ജനങ്ങളെല്ലാം കാത്തു നിൽപ്പുണ്ട്. ഏതാണ്ട് 2.5 ലക്ഷം പേരോളം അതിന് അപേക്ഷിച്ച് കാത്തു നിൽക്കുന്നു. $5 മില്യൺ കൊടുത്ത് അമേരിക്കയിൽ ഗ്രീൻ കാർഡ് മേടിക്കുക, അതാണ് പരിപാടി. അപ്പം പണമുള്ള ആളുകൾ ഇങ്ങോട്ട് വരിക, അവരുടെ പൈസ മേടിച്ചുകൊണ്ട് അവർക്ക് പൗരത്വവും ക്രമേണ പൗരത്വവും ഒക്കെ ലഭിക്കുന്നതാണ് ഈ ഗോൾഡൻ വിസ. പക്ഷേ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇങ്ങനെ വരുന്ന ആളുകൾ പല രാജ്യങ്ങളിൽ നിന്നും പല രീതിയിൽ ഉണ്ടാക്കിയ പണം കൊണ്ട് ഇവിടെ വന്നിട്ട് ഇവിടുത്തെ പൗരത്വം മേടിക്കുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് ഈ രാജ്യത്തെ കാലക്രമേണ എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നത്. ഈ വരുന്ന ആളുകൾക്ക് ഈ രാജ്യത്തോട് എത്രമാത്രം പ്രതിബദ്ധത ഉണ്ടാവും, അത് രണ്ടാമത് അവരെത്രമാത്രം പ്രഗത്ഭരായിരിക്കും. ഇപ്പം ടെക്നോളജി രംഗത്തോ അല്ലെങ്കിൽ ശാസ്ത്രീയ രംഗത്തോ ഒക്കെ പ്രഗത്ഭരായ ആളുകൾ വരുന്നത് നമുക്ക് മനസ്സിലാക്കാം. അവരെ കൊണ്ട് ഈ രാജ്യത്തിന് പ്രയോജനപ്പെടും. ഈ പൈസ കൊണ്ട് മാത്രം വന്നു കഴിഞ്ഞാൽ അവർ ഭാവിയിൽ അല്ലെങ്കിൽ അവരുടെ അനന്തര തലമുറകൾ പിന്നെ അമേരിക്കയ്ക്ക് ഏത് രീതിയിൽ ഗുണപ്പെടുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എങ്ങനെയായാലും പിന്നെ പൈസ കിട്ടുന്നു എന്നുള്ളത് മാത്രം ഒരു മാനദണ്ഡമാകുന്നത് എത്ര കണ്ട് ഗുണകരമാണെന്ന് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്കാണ് പുതിയ ഒരു നിയമം വന്നിരിക്കുന്നത്. നിയമം കൊണ്ടുവരാനായിട്ട് പോകുന്നു. അതിനു വേണ്ടിയിട്ട് ഒരു വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട്, ആളുകളുടെ അഭിപ്രായം ചോദിച്ചുകൊണ്ട്. അതായത് F1 വിസ, അതായത് സ്റ്റുഡൻറ്റ് വിസ, പിന്നെ J1 വിസ, എക്സ്ചേഞ്ച് വിസ, പിന്നെ I വിസ എന്ന് പറഞ്ഞ മാധ്യമപ്രവർത്തകർക്കുള്ള വിസ, ഇവയ്ക്കൊക്കെ നിശ്ചിത കാലാവധി തീരുമാനിക്കും. അതായത് ഇതുവരെ ഇത്രയും കാലം ഇവരുടെയൊക്കെ കാലാവധി ഇവിടെ ഇമിഗ്രേഷൻ്റെ ഇവിടെ വരുമ്പോൾ എഴുതുന്ന DS എന്നാണ്, ഡ്യൂറേഷൻ ഓഫ് സ്റ്റേ. അതായത് ഇവർക്ക് വിസ ഉണ്ടായിരിക്കുക, ആ വിസയുടെ നിയമം അനുസരിച്ച് ഇവിടെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന എത്ര കാലം വേണം, എത്ര കാലമുണ്ടോ അത്രയും കാലം അവർക്ക് ഇവിടെ താമസിക്കാം. അതാണ് ഡ്യൂറേഷൻ ഓഫ് സ്റ്റേ എന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ F1 വിസയിൽ വരുന്ന, സ്റ്റുഡൻറ്റ് വിസയിൽ വരുന്ന ആൾക്ക് ആ വിസ 10 വർഷത്തേക്കുണ്ടെന്ന് വയ്ക്കുക, അല്ലെങ്കിൽ 5 വർഷമോ 10 വർഷമോ ഉണ്ട്. അപ്പോൾ അവർ പഠിക്കുകയും പഠനം നടത്തുകയും നിയമവിരുദ്ധമായി ഒന്നും ചെയ്യുന്നില്ല. അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അവർക്ക് ആ വിസ തീരുന്ന വരെ എത്ര കാലം വേണമെങ്കിലും ആ വിസ ഉള്ളിടത്തോളം കാലം അവർക്ക് ഇവിടെ നിൽക്കാം. നേരെ മറിച്ച് ഇപ്പോൾ പുതിയ നിയമം കൊണ്ടുവരാൻ പോകുന്നത് ഈ സ്റ്റുഡൻറ്റ് വിസയിലുള്ളവർക്ക് 4 വർഷം മാത്രമേ ഇവിടെ തുടരാനൊക്കെ ഉള്ളൂ. അതിനുശേഷം വിസയുടെ കാലാവധി കഴിഞ്ഞാൽ ഇപ്പോൾ 60 ദിവസത്തിനകം സ്ഥലം വിടണം, അല്ലെങ്കിൽ പുതിയൊരു വിസയിലേക്ക് മാറണം. അത് 30 ദിവസമായിട്ട് കുറച്ചു. അതുപോലെ തന്നെ J1 വിസയിൽ വരുന്നവർക്ക് ഇത് തന്നെ 4 വർഷം. പിന്നെ I വിസയിൽ വരുന്നവർക്ക്, ഈ മാധ്യമപ്രവർത്തകർക്ക്, അതൊരു വർഷം ഏതാണ്ട് 32,000-ൽ പരം ആളുകൾ വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അവർക്ക് ഏതാണ്ട് 240 ദിവസമായിട്ട് കുറച്ചു. 240 ദിവസം എന്ന് പറഞ്ഞാൽ 8 മാസം. അപ്പോൾ ഈ മാധ്യമപ്രവർത്തകരൊക്കെ വളരെ വർഷങ്ങളിലേക്കാണ് വരുന്നത്. അവർ അങ്ങനെ കുറച്ചാൽ എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നില്ല. നേരെ മറിച്ച് ഈ F1 വിസയിൽ ഏതാണ്ട് 1.6 മില്യൺ ആളുകളാണ് ഒരു വർഷം വരുന്നത്. J1 വിസയിലും 5 ലക്ഷത്തിൽ കൂടുതൽ ആളുകൾ വരുന്നു. അപ്പോൾ അവർക്കെല്ലാം നിശ്ചിത കാലാവധി നിശ്ചയിച്ച് കഴിയുമ്പോൾ പിന്നെ അവർക്ക് തുടരണമെങ്കിൽ പ്രത്യേക അപേക്ഷ കൊടുക്കണം. അപേക്ഷ കൊടുക്കുമ്പോൾ അവരുടെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ പറ്റും. അതനുസരിച്ച് കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യാം. അപ്പോൾ അത് കൂടുതൽ അവരെ വിലയിരുത്താനും അവരുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാനുമുള്ള അവസരം കിട്ടുമെന്നാണ് അധികൃതർ പറയുന്നത്. എങ്ങനെയായാലും ഇങ്ങനെയുള്ള മാറ്റങ്ങൾ ഈ പുതുതായിട്ട് വരുന്നവരെ ദോഷമായിട്ട് ബാധിക്കുന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അപ്പം അമേരിക്കയിലൊക്കെ പഠിക്കാൻ വരുന്നവർ, വലിയ തുകകളൊക്കെ ലോൺ എടുത്ത് പഠിക്കാൻ വരുന്നവർ, അതും വലിയ പ്രതീക്ഷകളിൽ വരുന്നവർ, ഇവിടെ എന്തെങ്കിലും ജോലി ചെയ്യാം, പാർട്ട് ടൈമായിട്ട് എന്തെങ്കിലും ജോലി ചെയ്യാം. അതുപോലെ തന്നെ ഈ പഠനം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വേറെ ഏതെങ്കിലും ഒരു ജോലിയിലേക്ക് മാറാൻ പറ്റും, H1 വിസയിലേക്കൊക്കെ മാറാൻ പറ്റും, ഇവിടെ തന്നെ കഴിയാൻ പറ്റും. ക്രമേണ ഇവിടെ ഗ്രീൻ കാർഡും പൗരത്വമൊക്കെ കിട്ടും. ഇങ്ങനെയുള്ള പ്രതീക്ഷകളിലൂടെ വരുന്നവർ അവർ 2 വട്ടം ആലോചിച്ചിട്ട് വേണം വരേണ്ടിയിരിക്കുന്നത്. ഇവിടെ വരുന്നത് മാത്രമല്ല, കാനഡയിലും പ്രത്യേകിച്ച് കാനഡയിലാണെങ്കിൽ ഈ 2-3 മാസം മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്യുകയുണ്ടായി കാനഡയിലെ മലയാളി മരണങ്ങളെ പറ്റി. അപ്പോൾ അതിനുശേഷം 2-3-4 പേര് മരിച്ചു. അപ്പോൾ അതിനെപ്പറ്റി വേറൊരു വീഡിയോ നമ്മൾ തീർച്ചയായിട്ടും ചെയ്യുന്നുണ്ട്. കാരണം ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇവിടെ വരുന്നവർ ഈ അമേരിക്കയിലും കാനഡയിലും ഒക്കെ പഠിക്കാനായിട്ട് പിള്ളേർ വരുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ അവരെപ്പോഴും വിചാരിക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു ഭാഗ്യപരീക്ഷണത്തിനാണ് പോകുന്നത്. കൊളംബസ് അമേരിക്കയ്ക്ക് പോകുന്ന പോലെയാണ്, ഇന്ത്യ കണ്ടുപിടിക്കാൻ പോകുന്ന പോലെയാണ്.
ഒത്തേലൊത്തു, ചിലപ്പോൾ ഒത്തെന്നിരിക്കും, ഒത്തില്ല എന്നിരിക്കും. അപ്പോൾ ആ രീതിയിൽ വേണം വരാൻ. രണ്ട് രീതിയിലും തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥ വരാം. അങ്ങനെ വന്നാൽ എന്ത് ചെയ്യുമെന്നുള്ള ഉറപ്പ് വേണം. പിന്നെ അതിന് ഒരു ചിന്താഗതി വേണം. അതുപോലെ തന്നെ ഇവിടെ കഴിയാൻ പറ്റുകയാണെങ്കിൽ, ഭാഗ്യമുണ്ടെങ്കിൽ ഇവിടെ കാര്യങ്ങൾ അനുകൂലമാവുകയാണെങ്കിൽ ഇവിടെ കഴിയാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത്. അങ്ങനെ കഴിയാൻ പറ്റാത്തത് നമ്മൾ തിരിച്ചുപോയി $50 ലക്ഷം അവിടെ കടമുണ്ട്, എങ്ങനെ വീട്ടും എന്നുള്ള ഒരു പേടിയോടുകൂടിയാണെങ്കിൽ, അപ്പോൾ അതിനുള്ളൊരു വഴികളിലൂടെ പിന്നെ കണ്ടെത്തിയിട്ട് വേണം നമ്മൾ ഇങ്ങനെയുള്ള റിസ്കുകൾ എടുക്കാനായിട്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ തന്നെ തുടരും, നമുക്കൊരു പ്രശ്നങ്ങളും വരില്ല എന്നുള്ള ആ ഒരു ചിന്താഗതി പിന്നെ പുലർത്തുന്ന ഒരു കാലം കഴിഞ്ഞു പോയെന്ന് തോന്നുന്നു. കാരണം ഒരുപാട് പേര് ഇവിടെ വരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അടിസ്ഥാന പ്രശ്നം. ആളുകളുടെ എണ്ണം കുറവായിരുന്നെങ്കിൽ ഇതൊന്നും ഒരു പ്രശ്നമാവില്ലായിരുന്നു. ഒരുപാട് പേര് പിന്നെ പഠിക്കാനായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കായി വരുന്നു. അപ്പോൾ അവരെ എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് പിന്നെ കഴിയാതെയും വരുന്നു. അപ്പം കുറേ പേര് തിരിച്ചു പോകേണ്ടി വരുന്നു. അപ്പം ഈ വരുമ്പോൾ തന്നെ നമുക്ക് ഒരു ധാരണ ഉണ്ടാവണം, ഇവിടെ എങ്ങനെ എത്ര നാൾ പിടിച്ചു നിൽക്കാൻ കഴിയും, ഏതൊക്കെ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ, ഈ നിയമമാറ്റങ്ങളും നമ്മൾ പിന്നെ കൃത്യമായി മനസ്സിലാക്കുകയും കൃത്യമായി അതനുസരിച്ച് പെരുമാറുകയും ചെയ്യേണ്ടതാണ്. ഇപ്പോൾ അതുപോലെ തന്നെ ഈ നാട്ടിലെ വിസ അപേക്ഷിക്കുന്നവർ അവർ പിന്നെ അവിടെയും ആ റെസ്ട്രിക്ഷൻസ് എല്ലാം ഉടനെ നടപ്പിൽ വരികയാണെന്ന് പറയുന്നു. $250 പിന്നെ അഡീഷണലായിട്ട് കൊടുക്കണം. അത് കൊടുത്താൽ തിരിച്ചു കിട്ടുന്നതാണ് വിസിറ്റിംഗ് വിസയ്ക്ക്. അപ്പോൾ ആ $250 എത്ര, $250 ഏതാണ്ട് 20,000 രൂപ. അത് ഒക്ടോബർ മുതൽ 1 മാസമോ 2 മാസത്തിനുള്ളിൽ അത് പ്രാബല്യത്തിൽ വരും. അതുപോലെ തന്നെ ഈ പിന്നെ വിസയോ അല്ലെങ്കിൽ പാസ്പോർട്ടോ ഒക്കെ അപേക്ഷിച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ കയ്യിലേ തരത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ അഡ്രസ്സൊക്കെ കൊടുത്ത് പ്രത്യേകം പൈസയും കൊടുത്ത് നമുക്ക് തന്നെ അയച്ചു തരാനുള്ള സംവിധാനം ഉണ്ടാക്കണം. ഒരു തേർഡ് പാർട്ടിയുടെ കയ്യിൽ കൊടുക്കില്ല. പിന്നെ ഒന്ന്, ഈ പ്രായമുള്ളവരും അതുപോലെ തന്നെ പിന്നെ കുട്ടികളുമൊക്കെ ഇപ്പോൾ നിലവിലുള്ള പഴയ നിയമം അനുസരിച്ച് അവർ പിന്നെ പാസ്പോർട്ട് അപേക്ഷയും പാസ്പോർട്ടും ഒക്കെ കൂടി അയച്ചു കൊടുത്താൽ മതി. അപ്പോൾ വിസ അതിൽ സ്റ്റാമ്പ് ചെയ്തെങ്കിൽ തിരിച്ചു വരും. പുതിയ നിയമം അനുസരിച്ച് എല്ലാവരും അവിടെ കോൺസുലേറ്റിൽ ചെല്ലണം. അപ്പോൾ ഇത്രയധികം പേരെ കോൺസുലേറ്റിൽ വിസ ഇൻ്റർവ്യൂവിന് ഡേറ്റ് കിട്ടുക എന്നുള്ളത് തന്നെ എത്രയോ നാളെടുക്കുന്നൊരു പ്രക്രിയയാണ്. അപ്പോൾ ഇതെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.